ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ മാനിക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒരു സുന്നത്ത് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വരാം, അശ്രദ്ധമായി പോയി എന്ന് വരാം. ഒരു സുന്നത്തിനെയും നമ്മൾ നിസ്സാരമാക്കാൻ പാടില്ല. അതിലേക്കാണ് മഹാന്മാർ ഒരു സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പഠിപ്പിക്കുകയാണ്, അമാ യഖ്ശാ അഹദുക്കും ഔ ലാ യഖ്ശാ അഹദുക്കും ഇദാ റഫഅ റഅസഹു ഖബല അൽ-ഇമാമി അൻ യജ്അല അല്ലാഹു റഅസഹു റഅസ ഹിമാരിൻ ഔ യജ്അല അല്ലാഹു സൂറതഹു സൂറത ഹിമാർ. ഇമാമിനേക്കാൾ മുമ്പ് തല ഉയർത്തിയാൽ, നിസ്കാരത്തിൽ നിങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ, റുക്കൂഇലാകുമ്പോൾ ഇമാമിനേക്കാൾ മുമ്പ് തല ഉയർത്തിയാൽ നാളെ നിങ്ങളുടെ തല കഴുതയുടെ തല പോലെ ആയിപ്പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ രൂപം കഴുതയുടെ രൂപമായി പോകും. അതുകൊണ്ട് ഇമാമിനേക്കാൾ മുമ്പ് നിങ്ങൾ തല ഉയർത്താൻ പാടില്ല എന്ന ആശയം പറയുന്ന ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും മറ്റു സുനനിന്റെ പണ്ഡിതന്മാരും നിവേദനം ചെയ്തതാണ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനം പറയുന്നത്, ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് വായിക്കാം, അൽ ഖൗലുല്ലാഹിറുർ റാജിഹു, ഏറ്റവും സ്വീകാര്യയോഗ്യമായ വ്യക്തമായ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയാനുള്ളത് ഹുവ ഹംലുഹു അലൽ ളാഹിരി, നേരെ തന്നെ ഈ ഹദീസിനെ മനസ്സിലാക്കലാണ്. അഥവാ ഇമാമിനേക്കാൾ മുമ്പ് തല ഉയർത്തിയാൽ നാളെ നിങ്ങളുടെ രൂപം കഴുതയുടെ രൂപമായി മാറ്റപ്പെടും, നിങ്ങളുടെ തല കഴുതയുടെ രൂപത്തിലേക്ക് മാറ്റപ്പെടും. അതങ്ങനെ തന്നെ മനസ്സിലാക്കലാണ്. വലാ ഹാജത ഇല തഅ്വീലി മഅ മാ ഫീഹി, പ്രിയമുള്ളവരെ, അതൊരു മറ്റൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ആലങ്കാരികമായി ഇതിനെ അവതരിപ്പിക്കേണ്ടതില്ല. നേരെയുള്ള അർത്ഥം തന്നെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. വയുഅയ്യിദു ഹംലഹു അലൽ ളാഹിരി, ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നതിന് നമുക്ക് പ്രബലമായിട്ടുള്ളത്, ഉപോത്ബലകമായി പറയാനുള്ളത്, മാ ഹുകിയ അൻ ബഅദിൽ മുഹദ്ദിസീന, ചില ഹദീസിന്റെ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തെന്നറിയുമോ? അവര് ഡമാസ്കസിലേക്ക് പോയി. എന്തിനാണ് ഡമാസ്കസിലേക്ക് പോയത്? ലിയഖ്ദിൽ ഹദീസ് അൻ ശൈഖിൻ മശ്ഹൂർ, പ്രസിദ്ധനായ ഒരു ഹദീസ് പണ്ഡിതനിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ ചില ഹദീസ് പഠിതാക്കൾ ഡമാസ്കസിലേക്ക് പോയി. ഫഖറഅ ജുംലതൻ, കുറെ ഹദീസുകൾ അവർ വായിച്ചു കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്തു. ലക്കിന്നഹു കാന യജ്അലു ബൈനി വബൈനഹു ഹിജാബൻ, പക്ഷേ ഹദീസ് പഠിപ്പിക്കുന്ന പണ്ഡിതൻ രംഗത്തേക്ക് വരുന്നില്ല. മറ കർട്ടനിട്ടിട്ട് അതിന്റെ പിന്നിൽ ഇരുന്നാണ് ക്ലാസ് എടുക്കുന്നത്. പ്രസിദ്ധനായ ഒരു ഹദീസ് പണ്ഡിതനാണ്. അയാൾ ക്ലാസ് എടുക്കുമ്പോൾ പക്ഷേ മറയുടെ പിന്നിൽ നിന്നാണ് എടുക്കുന്നത്, രംഗത്തേക്ക് വരുന്നില്ല. വലം യറ വജ്ഹഹു, ആരാണ് ഈ വായിച്ചു തരുന്നതെന്ന് കേൾക്കുന്നില്ല. ഫലമ്മാ ത്വാലത്ത് മുലാസമത്തുഹു, കുറെ ദിവസം അങ്ങനെ കഴിഞ്ഞുകൂടിയപ്പോൾ ചെന്നവർക്ക് തോന്നി എന്തായാലും ഈ ശൈഖിനെ ഒന്ന് കാണണം എന്ന്. അങ്ങനെ മറ നീക്കി നോക്കിയപ്പോൾ ഫറആ വജ്ഹഹു, ആ ഹദീസ് പറഞ്ഞു തരുന്നയാളുടെ മുഖം കാണുകയാണ്. വജ്ഹ ഹിമാർ, ഒരു കഴുതയുടെ മുഖമാണ്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഇങ്ങനെ കോലക്കേട് വരാനുള്ള കാരണം എന്തെന്നറിയുമോ? നിങ്ങൾ നിസ്കാരത്തിൽ ഇമാമിനേക്കാൾ മുമ്പ് തല ഉയർത്തിയാൽ നിങ്ങളുടെ കോലം കഴുതയുടെ കോലമായി മറിക്കപ്പെടും എന്ന ഹദീസ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഇത് വെറുതെ ഉള്ള കാര്യമാണ്, അഥവാ ഇത് ഭയപ്പെടുത്താൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ് എന്നൊരു നിസ്സാരത ഈ ഒരു ഹദീസിലേക്ക് അവതരിച്ചപ്പോൾ എനിക്ക് വന്നുപോയി.
ഹബീബായ നബി തങ്ങളുടെ ഒരു ഹദീസിനെ പാരായണം ചെയ്യാതെ ഇരുന്നാൽ കുഴപ്പമില്ല. ഒരു സുന്നത്ത് ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ ഒരു സുന്നത്തിനെ നിസ്സാരമായി കണ്ടാൽ, ചിലരുടെ കാലിലെ തുണി ഞെരിയാണിക്ക് താഴെയായെന്ന് വന്നേക്കാം. പക്ഷേ ചില മുസ്ലിയാമാര് വയലു പറയുന്നുണ്ട്, ഞെരിയാണിക്ക് താഴെ തുണിയായാൽ ആ മടമ്പ് നരകത്തിലാണെന്ന്. പോടോ മൊയ്ലാരല്ലേ നരകത്തിലിടുന്നത് എന്ന നിലക്ക് ഒരാൾ ഹദീസിനെ നിസ്സാരമായി കണ്ടാൽ, അതുപോലെ ടൈറ്റ് ഫിറ്റായ വസ്ത്രം ധരിച്ച് നടക്കുന്ന സ്ത്രീകളോട് ഹദീസ് ഉദ്ധരിച്ച് ഞങ്ങൾ വഅദ് പറയാറുണ്ട്. എല്ലാ ഉസ്താദുമാരും പറയാറുണ്ട്, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അത്തരം സ്ത്രീകൾക്ക് ലഭ്യമല്ല. ഇത് കേൾക്കുമ്പോൾ ആധുനിക ലോകത്തെ ചില പെൺകുട്ടികൾ ചിന്തിക്കും, സ്വർഗം മൊയ്ലിയാരുടെ കയ്യിലല്ലേ, ഇതെന്തൊരു പറച്ചിലാണ്. എന്നാ ഹദീസിനെ നിസ്സാരമാക്കി പോയാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തെ നിസ്സാരമാക്കിയാൽ അത് ചെറിയ കുറ്റമല്ല, അത് ചെറിയ വിപത്തല്ല. ഇത് കാണിച്ചു തരാനാണ് അഇമ്മത്ത് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. തുഹ്ഫത്തുൽ അഹ്വദിയിൽ നിങ്ങൾക്കിത് വായിക്കാം. ഹദീസ് പറയുന്ന പണ്ഡിതന് ഇത് കേട്ടപ്പോഴേക്കൊരു തോന്നല് വന്നുപോയി, ഇതൊന്നും സംഭവിക്കാനില്ല എന്ന്. അങ്ങനെ ഒരു നിസാരത റസൂലുള്ളാഹിന്റെ ഹദീസിനോട് വന്നുപോയപ്പോഴേക്ക് ശിക്ഷ കിട്ടിപ്പോയി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചെറുപ്പക്കാരേ, അതുകൊണ്ട് ഒരു സുന്നത്തിനെയും നിസാരമാക്കരുത്. ഹബീബായ നബി തങ്ങളുടെ ഒരു ചര്യയും നിങ്ങൾ കളിയാക്കരുത്. മൗലിദിനെ കുറ്റം പറയുന്ന ആളുകൾ വലിയ അപകടകാരികളാണ്. റബീഉൽ അവ്വലിനെ മാനിക്കാത്തവർ വലിയ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കേണ്ടവരാണ്. അതുപോലെ റസൂലുള്ളാഹിന്റെ സംഘവുമായി ബന്ധപ്പെട്ട നാടിനെയോ വീടിനെയോ ഏതെങ്കിലും പത്രക്കാരൻ പലതും എഴുതിയതിന്റെ പേരിൽ ഹബീബായ തങ്ങളെയോ തങ്ങളുമായി ബന്ധപ്പെട്ട ആധാറുകളെയോ ഒരിക്കലും നിസാരമായി കണ്ടുകൂടാ. ഹബീബായ നബി തങ്ങളുടെ ആധാറുകളിൽ ഒന്ന് ഒരു സ്ഥലത്തുണ്ട്. നിനക്ക് പോയി അത് നോക്കാൻ കഴിഞ്ഞില്ല, നിനക്കത് എടുക്കാൻ കഴിഞ്ഞില്ല, പ്രശ്നമില്ല. പക്ഷേ നീ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, നീ അതിനെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഒരു പറ്റം മുഅ്മിനീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് മുഅ്മിനീങ്ങളായ ആളുകൾ പറഞ്ഞ ഒരു സാധനത്തെ നീ നിസ്സാരമായി കാണണ്ട, ചെറുതായി പറയണ്ട. ഹബീബിലേക്ക് ചേർക്കപ്പെട്ടതല്ലേ എന്ന നിലക്ക് അതിനോടൊരു ബഹുമാനം വേണം. ഹബീബിന്റെ മദീന എന്ന് കേട്ടാൽ അതിനോട് ബഹുമാനം വേണം. ഹബീബിന്റെ മാസമെന്ന് കേട്ടാൽ അതിന് ബഹുമാനം വേണം. അല്ലാഹ് നീ ആദരിക്കാൻ പറഞ്ഞ ഒന്നിന്റെയും ആദരവ് കൽപ്പിക്കാതെ കുരുത്തക്കേട് ലഭിക്കുന്ന ഒരു പറ്റത്തിൽ ഞങ്ങളെ ആരെയും നീ പെടുത്തരുത് റഹ്മാനേ. ഇതിന്റെ അനുബന്ധം ചില ഇമാമിങ്ങൾ പറഞ്ഞത് പറയട്ടെ. വലിയ ഹദീസ് പണ്ഡിതനായിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ. നിങ്ങൾ വിചാരിക്കേണ്ട, ആ കോലം മറിച്ചത് അദ്ദേഹത്തിന് ഒരു നിലക്ക് ഖൈറാണ്. ശിക്ഷ അല്ലാഹു തആല ആ പരലോകത്തേക്ക് മാറ്റിവെക്കാതെ ഇവിടെ തന്നെ നൽകി എന്നതാണ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശിക്ഷ അനുഭവിച്ചിട്ട് റബ്ബിന്റെ അടുക്കൽ അവർ രക്ഷപ്പെട്ടേക്കാം. അതും അഇമ്മത്ത് വിശദീകരണത്തിൽ നൽകുന്നുണ്ട്. എന്റെ വകയല്ല, ഇമാമുകളുടെ കിതാബിൽ നിന്ന് ഞാൻ വായിച്ചു പറയുകയാണ്. അല്ലാഹ് നീ ആദരിക്കാൻ പറഞ്ഞതിനെ മുഴുവനും ആദരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ.